ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ഫുള്ള് കാണാമെന്നാട്ടോ പറയുന്നത്. ശരിയാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് നമുക്ക് ഈ കിട്ടുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. എല്ലാ ദിവസവും പാചക വീഡിയോ ആയിട്ട് വന്ന എല്ലാവരും മടുക്കും, ഞാനും മടുക്കും, നിങ്ങളും മടുക്കും. അപ്പോൾ വായോ, ഇന്നൊരു ഔട്ട്ഡോർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത്. സംഭവം ഇത് എവിടെയാണ് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ട്രിവാൻഡ്രത്ത് നമ്മുടെ ശാസ്താംപാറ വിനോദസഞ്ചാര കേന്ദ്രം കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഡെവലപ്മെൻ്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. അന്നൊന്നും ഇല്ലാത്ത സംഭവം ഇന്നിവിടെ ഉണ്ട് കേട്ടോ. എങ്ങോട്ടായി കയറി പോകുന്നത്? പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ കയറിയിട്ട് തിരിച്ചു വരുന്നത് എന്തിനാന്ന് മനസ്സിലായോ? ടിക്കറ്റ് എടുത്തില്ല. ആകപ്പാടെ കയറി വന്ന 3 സ്റ്റെപ്പ്. എന്താ ഇത്രയും സ്റ്റെപ്പ് കയറി വന്നിട്ടാണ് തമ്പുരാട്ടി കുട്ടികൾ വന്നിരിക്കുന്നത്. ഒരു നാണം ഒരു ഇതുമില്ല. നോക്ക്, ടിക്കറ്റ് എടുക്കാതെ ടിക്കറ്റ് എടുക്കാതെ വന്നതിൻ്റെ ഒരു നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് പങ്കുചേരാനായിട്ട് ഒരാൾ കയറി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെയൊക്കെ അടുത്തായിട്ടൊക്കെയാണ് സംഭവം വരുന്നത്. അന്നൊന്നും നമുക്ക് ഈ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സംഭവം പുള്ളിക്കാരനറിയാം ഇനി ഒരുപാട് നമ്മൾ കയറാനുണ്ടെന്ന്. അതുകൊണ്ട് ഒരു കുപ്പി വെള്ളവും കപ്പലണ്ടിയൊക്കെ ആയിട്ടോ വന്നേക്കുന്നത്. അപ്പോഴുണ്ടിടാ അതാ ഒരു പാറ കേട്ടോ. പാറ എനിക്ക് അല്ലെങ്കിൽ പണ്ടേ ഒരു വീക്ക്നെസ്സാണ്. സംഭവം ഞാൻ നമുക്ക് ഇനിയിപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി ഇരിക്കുന്നുണ്ട്. എൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനില്ലാതെ ബാക്കി എല്ലാ വ്യൂവും എടുക്കുന്ന ഒരു രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇത്രയും കയറിപ്പോയാലും സത്യം പറഞ്ഞാലോ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇനി നമ്മൾ സ്റ്റെപ്പ് കയറാൻ ഇത്തിരി പാടാട്ടോ. പടി കയറി ആ ഒരു വ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, സൂപ്പർ വ്യൂ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു തമ്പനയിലിടാന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അതേ നോക്കിക്കോ, എന്നെ ഇട്ട് കളിയാക്കുകയാണ് കേട്ടോ. കളിയാക്കി കൊല്ലുക എന്നൊക്കെ പറയില്ല. അവസാനം മതി മൂട് പോയെന്ന് പറഞ്ഞ് ഞാനും എണീറ്റ് പോയി കേട്ടോ. സംഭവം തീയടടാ. ഈ സൈഡിൽ കാണുന്ന മരം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, പറങ്കിമാവ് എന്നാണ് നമ്മൾ പറയുന്നത്. തിരുവനന്തപുരംകാർ പറങ്കിമാവ് എന്ന് പറയും. സംഭവം ഇതിന് കശുമാവ് എന്നൊക്കെ പേരുണ്ട്. ഇതെന്താ വാമനനോ മാവേലി ചവിട്ടിത്താക്കാൻ വേണ്ടി. ഇതാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും. എന്താ ഒരിതല്ലേ സംഭവം. നോക്കിക്കോ, ഇനി ബാക്കിയെല്ലാം ഇനി വേറൊന്നും നോക്കാനില്ല. കയറിക്കോ അതേ നോക്കിക്കോ. നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ആദരവോടെ എല്ലാവരും വരുന്നത് നിങ്ങൾ കണ്ടോ. ഇതുപോലുള്ള ചേട്ടന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പറയണേ, കമൻറ്റ് പ്ലീസ്. സംഭവം നോക്കിക്കോട്ടോ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1.5 സ്റ്റെപ്പാണ് കേട്ടോ. ഈശ്വര, ശബരിമലയ്ക്ക് പോലും ഇത്രയും സ്റ്റെപ്പ് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ലല്ലോ. അതാ നോക്കിക്കോ, സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് നമ്മൾ കയറും തോറും നല്ല കാറ്റാട്ടോ നമുക്ക് അടിച്ച് കയറുന്നത്. അതാ നോക്കിക്കോ, അവസാനം നമ്മൾ സ്റ്റെപ്പുകളൊക്കെ കയറി വന്നിട്ടുണ്ട്. എല്ലാവരും തളർന്നിട്ടുണ്ട്. എന്നാലും അവിടെ നമുക്കൊരു മണ്ഡപമൊക്കെ ഉണ്ട് കേട്ടോ, ഇരിക്കാനും തളരുമ്പോൾ ഇരിക്കുന്നത്. ഒരാൾ ആകപ്പാടെ തളർന്ന് അവിടെ കയറി ഇരിപ്പുണ്ട്. ഒരാൾ വെള്ളവും കൊണ്ട് പോകുന്നു. ഇവിടെ ഇങ്ങോട്ടൊന്നും പോകാൻ പാടില്ല, ഇവിടെ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞല്ലോ ഭയങ്കര കാറ്റാണ് കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ എന്താ പറയുക, നല്ല കാറ്റാണേ. അത് തന്നെ, ഭയങ്കര കാറ്റാണ്. വേണ്ട ചാടണ്ട, നമുക്ക് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാം. ഓടിവായോ വരുന്നുണ്ട് അടുത്ത ചേട്ടാ. അപ്പോൾ ഇനി വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഞാനൊന്ന് ചുറ്റി കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ബാക്കി ചുറ്റലിൻ്റെ ആദ്യ ചുറ്റൽ, അതായത് പകുതി ചുറ്റൽ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ബാക്കി പകുതി ചുറ്റൽ ഇനി നമ്മൾ അടുത്ത ക്ലിപ്പിലോട്ട് വരുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നോക്കടാ, ഒരു ക്യാമറാമാൻ. എൻ്റെ അമ്മേ, ഇത്രയ്ക്ക് കഴിവ് ഈ മനുഷ്യനുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടെടുത്തല്ലേ. ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടോ. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. കൊള്ളാം അല്ലേ? പോട്ടെ, സാരമില്ല, ജോലി പോയാലും നമുക്ക് ജീവിക്കാമല്ലോ. ഇനി തരം തിരിക്കാം, സംസ്കരിക്കാം കേട്ടോ. ഞാൻ അതിൽ തന്നെ കുപ്പി ഇട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരൊക്കെ കുപ്പി എടുത്ത് തറയിലാട്ടോ ഇട്ടേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു ആ കുപ്പിയെല്ലാം കൂടെ എടുത്ത് മുകളിടാം. സംഭവം ഉണ്ടടാ, അവിടെ പാമ്പുണ്ട്. പാമ്പിൻ്റെ ചട്ട എന്നൊക്കെ പറയില്ലേ, ആ തൊലി, അതൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുടിച്ച നമ്മൾ കൊണ്ടുവന്ന ആ ഒരു കുപ്പി നമ്മൾ അവിടെ തന്നെ എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്കൊന്നും വലിയ ചൂടൊന്നുമില്ല കേട്ടോ. സംഭവം നോക്കിയാൽ പിന്നെ ഫുള്ള് ഫോട്ടോഷൂട്ട് ആട്ടോ. പിന്നെ ഉള്ളതൊക്കെ നിങ്ങൾ ഈ കാണുന്ന മാതിരി ഇതാണ് കേട്ടോ. ഇത് ഞങ്ങൾ വന്നപ്പോൾ ആകെപ്പാടെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ആൾക്കാർ ശരിക്കും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് നമ്മുടെ തൊടനിക്ക അല്ലേ, തൊടനിക്ക നുള്ളിക്ക എന്നൊക്കെ പറയും സംഭവം. കറുത്ത നല്ല പഴുത്ത പഴമാണേ, സൂപ്പർ ടേസ്റ്റ് ആണേ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പടി കയറുമ്പോൾ മാത്രമേ നമുക്ക് ക്ഷീണം ഉണ്ടായിരുന്നുള്ളൂ. പടി ഇറങ്ങാൻ അല്ലെങ്കിൽ നല്ല രസമാണല്ലോ. അങ്ങനെ നമ്മളിത് ഇറങ്ങി. അപ്പോൾ ടാറ്റാ.
ഞാൻ നിങ്ങൾക്ക് ടാറ്റ പറഞ്ഞെങ്കിൽ നിങ്ങളാരും പോണ്ട, കുറച്ചും കൂടെ കണ്ടിട്ട് പോകുന്നേ. എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലമൊക്കെ? സൂപ്പർ അല്ലേ? അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്നേക്കും നമ്മുടെ ട്രിവാൻഡ്രത്ത് ശാസ്താംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലോട്ട്. അപ്പോൾ എല്ലാവരും വന്ന് കണ്ടിട്ട് ഒരു അഭിപ്രായം പറഞ്ഞേക്കണേ.